പൊന്നളിയ അനുമോൾ ഫേക്ക് ആണ്, ഫേക്ക്. ഇതിലും ഭേദമാണ് രേണു സുതി. കൂടുതൽ അറിയാൻ നിങ്ങളെ ചാനൽ ലൈക്ക്, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നത് പറഞ്ഞാൽ ഞാനിത് പുതിയ പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ പറ്റുകയാണ്. അപ്പോൾ നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം. ഇന്നലെ ലൈവിൽ ലാരട്ടം പോയതിനു ശേഷം നമ്മുടെ അക്ബർ ഖാനും നമ്മുടെ അപ്പാനി ഷർത്തും കൂടെ സംസാരിക്കുകയാണ്. അനുമോൾ ഫേക്കാണ് അളിയ എന്ന് അക്ബാനി പറയുന്നുണ്ട്. അപ്പം അക്ബർ പറഞ്ഞു, എനിക്ക് മനസ്സിലായി, നീ ആദ്യം പറഞ്ഞായിരുന്നല്ലോ, അതെനിക്ക് മനസ്സിലായി. ഞാനും അവളും കൂടെ ഒരുമിച്ച് നിന്ന് ജയിലിൽ വെച്ച് അനീഷിനോട് ഇതായത്. പിന്നെ അനീഷിന് പുറത്ത് കൂടുതൽ സപ്പോർട്ട് ഉണ്ടായെന്ന് അറിഞ്ഞപ്പോൾ അവള് പ്ലേറ്റ് മാറ്റി. അവൾ പക്ക ഫേക്കാണ് അളിയ എന്നാണ് അപ്പാനി ശരത്ത് പറഞ്ഞത്. ഈ അനീഷുമായിട്ട് അനുമോൾ കുറച്ച് അടുക്കുന്നത് അപ്പാനി ശരത്തിന് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. അപ്പാനിയുടെ സ്വഭാവം എന്ന് വെച്ചാൽ അപ്പാനി വെറുക്കുന്ന എല്ലാവരെയും മറ്റുള്ളവർ വെറുക്കണം. പിന്നെ അവിടെ ഉള്ളവരെല്ലാം ഫേക്കാണ്. എന്നിട്ട് പറയാണ് രേണു ചേച്ചിയൊക്കെ എന്ത് ഭേദമാണ് എന്ന് അക്ബറും ഈ അപ്പാനിയും കൂടെ പറയുകയാണ്. അയ്യോ, രേണുസുതിയൊക്കെ ഞാൻ ഓർത്ത് പുറത്തൊക്കെ അവരെ കുറിച്ച് ഒത്തിരി നെഗറ്റീവ് ഉണ്ട് ചേട്ടാ, ഇതുണ്ട്. പക്ഷേ അകത്ത് അവരെന്ത് ഡീസൻ്റാണ്, അവർ കണ്ടില്ല എവിടെയെങ്കിലും പോയിരിക്കുള്ളൂ, ഒരു കുഴപ്പമില്ല, ആളുകളെ മനസ്സിലാക്കുന്നുണ്ട് എന്നൊക്കെ ഇവരിന്ന് പറയുകയാണ്. അനുമോൾ ഫേക്കാണ്, വേറൊന്നുമല്ല. അനുമോള് നമ്മുടെ അനീഷുമായിട്ട് കുറച്ചൊരു സോഫ്റ്റ് കോർണറുണ്ട്. അനീഷ് എന്നാ പറഞ്ഞാലും അനുമോൾക്ക് ചെറിയൊരിതുള്ളൂ, പിന്നെ അതൊരു കാര്യമാക്കി എടുക്കുന്നില്ല. പക്ഷെ അനീഷിന് ഇടയ്ക്കൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അനുമോള്. അത് അപ്പാനിക്കും ഗ്രൂപ്പിന് അത്ര ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ടാണ് പറയുന്നത് അവൾ ഫേക്കാണ് എന്ന്. ഇവന്മാരാണ് അത് ലോ ഫേക്കുകൾ എന്ന് ഞാൻ പറയുന്നത്. ഈ അപ്പാനിയും ഈ അക്ബർ ഖാനും എല്ലാവരുടെയും കുറ്റം പറയും. ഇവന്മാരിൽ രണ്ടും നല്ലതാണെന്നുള്ള ധാരണയിൽ പുറത്ത് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് ഉള്ള ഒരു വ്യക്തിയാണ് അപ്പാനി ശരത്ത്. അത് ഓർമ്മ വേണം. സെപ്റ്റി ടാങ്ക് എന്ന ഇതോടുകൂടി അക്ബർ ഖാനോട് ആളുകൾക്ക് കുറച്ച് ഇതുണ്ട്. ഇപ്പൊ ഈ രണ്ടു പേരാണ് പറയുന്നത് മറ്റുള്ളവർ ഫേക്കാണ്. ഒന്ന് ആലോചിച്ച് നോക്കി. ഈ സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിച്ച വ്യക്തി മറ്റേ വ്യക്തി കൂടെ പറയുവാണ് നമ്മുടെ രേണുസുതി എത്രയോ ഭേദമാണ് അനുമോള്, അവരെന്ത് പാവമാണ് എന്നൊക്കെ പറഞ്ഞ് രേണുസുതിനെ പുകഴ്ത്തുകയാണ്. രേണുസുതി ഇപ്പം ഒന്നും മിണ്ടുന്നില്ല, എവിടെയെങ്കിലും പോയി ഇരിക്കുകയാണ്. ഇവർ രണ്ട് ഗ്യാങ്ങിലും ഉണ്ട്. അപ്പം അതുകൊണ്ട് രേണുസുതിനെ അവർക്ക് കുഴപ്പമൊന്നുമില്ല, അവരുടെ ഇഷ്ടക്കാരിയായിരിക്കുക. അനീഷിനോട് കൂടുതൽ സൗഹൃദം വെക്കുന്നവരെല്ലാം അക്ബർ ഖാന്റെയും നമ്മുടെ അപ്പാനിയുടെയും കണ്ണിലെ കരടുകളാണ്. അപ്പോൾ എൻ്റെ ഈ കൊച്ചുകൂടെ അവസാനിക്കണം. നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ്. താങ്ക് യു, ബൈ ബൈ.